പണ്ട് ചാക്കോ മാഷ് പറഞ്ഞിട്ടുണ്ട് ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനം കണക്കില്ല. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലൊന്നുമില്ല, അത് മദ്യപാനത്തില. എൻ്റെ പേര് മിഥുൻ, ഞാനൊരു തൃശ്ശൂർക്കാരനാണ്. കാര്യം, ഒരു കുട്ടിയുടെ ജനനം, അതിന്റെ 28, ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹം, വിവാഹ വാർഷികം, 16 അടിയന്തരം, ശ്രാദ്ധം, അങ്ങനെ ഒരു മനുഷ്യായുസിന്റെ എല്ലാ പരിപാടികൾക്കും ഒഴിച്ചുകൂടാനാവാത്ത എന്നാ ഒഴിച്ചുകൂടുന്നതായ പരിപാടിയാണ് മദ്യപാനം. ആ പറയുന്നതിനോട് എനിക്ക് അശേഷം യോജിപ്പില്ല. നമുക്ക് വേണമെന്നുള്ളവർക്ക് വേണം, വേണ്ടെങ്കിൽ വേണ്ട. അപ്പൊ നമ്മളിപ്പോ എവിടെ പറഞ്ഞു നിർത്തിയത്? അത്യാവശ്യം വേണ്ടവർക്ക് ഇടയ്ക്ക് ഒരു മോളടിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് പഠിച്ചാൽ സംഗതി വഷള. ഞാൻ ചെത്തുതൊഴിലാളിയുടെ മകനാണ്. ഇഷ്ടം പോലെ കള്ളു കുടിച്ച് വളർന്ന ആളാ. അപ്പൊ ആയ കാലത്ത് ഇതെല്ലാം കുടിച്ചിട്ടുണ്ട്. അപ്പൊ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒരുപോലെ കുടിക്കാൻ പറ്റിയത് മദ്യം മാത്രമാണ്. നമുക്ക് ഒന്ന് ഉന്മേഷത്തിന് നമുക്കൊരു ചായ കുടിക്കാം, തണുക്കാൻ നമുക്കൊരു ജ്യൂസ് കുടിക്കാം. ഇനി കുട്ടികൾക്കായിട്ടുള്ള സ്പെഷ്യൽ കുടികളുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതായത് മദ്യപാനത്തെ കുറിച്ച് നമ്മുടെ ലാലേട്ടൻ വരെ പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ് ട്ടാ. ഗ്ലാസ് എടുക്കാൻ പോകുന്നു. മദ്യം അടിക്കുന്തോറും മൊണ്ണത്തരം കൂടി വരുന്ന മഹാസാധനം. അലഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടി. മുൾമുനയിൽ ബീവറേജിന് മുന്നിൽ ക്യൂ നിൽക്കുന്നവന് പെട്ടെന്നാണ് ഒരു ഉൾവിളി ഉണ്ടാകുന്നത്. എന്തിനാ? AC ബാറിലേക്ക് വെച്ച് പിടിക്കാൻ. എന്തിനാ? നല്ല സാധനം അടിക്കാൻ. അങ്ങനെ നല്ല സാധനം അടിക്കാൻ ചെന്നപ്പെട്ടത് എൻ്റെ സ്വന്തം അമ്മാവൻ്റെ മുന്നിൽ. അമ്മാവൻ ചേർത്തങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഖബറോം കി സിന്ദഗി ഹേ, എൻ്റെ ബില്ലടക്കണം ഹേ. എൻ്റെ 450 പോയി കിട്ടി. സബാഷ്. ഈ സബാഷിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ സുഭാഷ്, അവനെ പറ്റി പറയണം. ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഇവനെന്ത് പറഞ്ഞാലും കുപ്പി എടുക്കണം. സത്യം. ഇപ്പം നമ്മൾ ടൂറൊക്കെ പോകാൻ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചോ, അപ്പോൾ ഇവൻ ഓടി വന്നിട്ട് ചോദിക്കും, എടാ കുപ്പി എടുക്കണോട്ടാന്ന് പറയും. ഇനി നാളെ നമുക്ക് ടർഫിൽ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞോ, അപ്പോഴും ഓടി വന്നിട്ട് പറയും, എടാ കുപ്പി എടുക്കണോട്ടാന്ന് പറയും. ഇനി അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാലും അവൻ പറയും കുപ്പി എടുക്കണത്. കക്കൂസിൽ പോകണമെന്ന് പറഞ്ഞാലും കുപ്പി എടുക്കണമെന്ന് പറയും. കാരണം കുപ്പികളെ പ്രണയിച്ച ഒരുത്തനാണ് അവൻ. ഇത് പറയുമ്പോൾ മദ്യപാനത്തിൻ്റെ ഭയങ്കര മീനിങ്ഫുള്ളാണ് മദ്യപാനം. ഉദാഹരണത്തിന് ഇപ്പോൾ കഴിച്ചോ എന്ന് ചോദിച്ചാൽ, ചേട്ടൻ കഴിച്ചോ അല്ലെങ്കിൽ സാറ് കഴിച്ചോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ആ കഴിച്ചു, ബിരിയാണി കഴിച്ചു, പൊറോട്ട കഴിച്ചു, അങ്ങനെ പല പല ഉത്തരങ്ങളായിരിക്കും. കുടിയന്മാർക്ക് തോന്നുന്നത് കടിച്ചോന്ന് ചോദിച്ചാൽ അടിച്ചോന്നാ. അതിലേക്കാണ് ഞാൻ വരുന്നത്. കഴിച്ചോ എന്ന് ചോദിച്ചാൽ പലതരം ഉത്തരങ്ങളാണല്ലോ. പക്ഷെ കഴിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനൊരു അർത്ഥമുള്ളൂ. ഇനി മലയാളികളുടെ മെയിനായിട്ടുള്ളൊരു സിമ്പലും കൂടി ഉണ്ട് അല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്, പല പല ഉത്തരങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര മീനിങ് ആണത്. ഈ മീനിങ് ഫുള്ളിൽ തന്നെ ഒരു ഫുള്ളുണ്ട്. അതായത് ഇപ്പം അടുത്തൊരു പാട്ട് ഇറങ്ങിയായിരുന്നു, ഹനുമാൻ കൈനൊരു ഒരു പാട്ട്. ഭയങ്കര ഇൻ്റർനാഷണൽ സോങ്ങാണ്. മദ്യപാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻ്റർനാഷണലാണ്. ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ ആയിരിക്കും, ആ യേ ആ യേ, ഇതേപോലെ ആയിരിക്കും. കയ്യടിക്ക് ഇഷ്ട നീ മാത്രമേ ഉള്ളൂ. അവിടെ അങ്ങോട്ട് തുടങ്ങാണ്. 7 മണി ഒരു പൈൻ്റടി, കേട്ടോട്ടെ നിന്റെ തെറി വിളി കൊല വിളി. ഈ സ്റ്റെപ്പ് നടക്കണ സ്റ്റെപ്പ്, കുടിയന്മാരുടെ ട്രെയിൻ മാർക്ക് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് നടക്കണ സ്റ്റെപ്പ്, കുടിയന്മാരുടെ ട്രേഡ് മാർക്ക് സ്റ്റെപ്പ്. അതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര ഇൻ്റർനാഷണലാണ് നമ്മുടെ മദ്യപാനം എന്ന് പറഞ്ഞാൽ. ഇനി ചില ആൾക്കാരുണ്ട്, ഞാൻ ബിയറ് മാത്രമേ കുടിക്കുള്ളൂ, മറ്റേ ഹോട്ട് അത് അടിക്കില്ല പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ. അല്ല നോബി ചേട്ടാ? ഞാൻ പറയില്ല. അല്ല, അങ്ങനെ പറയുന്നവരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇല്ലേ? അല്ല ചേട്ടാ? ഉണ്ട്. ഇവന്മാരാണ് ഏറ്റവും വലിയ ഉഡായിപ്പ്. ഇവരെ അമ്മമാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഇവന്മാരെ അമ്മമാര് ഇത് മാത്രമേ പറയുള്ളൂ, അവൻ മറ്റേതൊന്നും കഴിക്കില്ല, അവൻ ബീറ് മാത്രം കുടിക്കും, ബീറ് കുടിക്കൂട്ടാ. ഇവൻ്റെ അമ്മയുടെ വിചാരം പെട്ടിക്കടയെന്ന് മറ്റേ സർബത്ത കുടിക്കണേന്ന്. പിന്നെ മറ്റൊരു കാര്യം മദ്യപാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ വീട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ഇത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ വീട്ടിൽ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണ്. അതായത് നേരെ വീടിൻ്റെ ബാക്കിലേക്ക് ഓടി കയറും, നേരെ പോയിട്ട് കുളിക്കും, വായിലേക്ക് സ്പ്രേ അടിക്കും, കുറേ പരിപാടികൾ. മെയിനായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വളിച്ച തമാശകൾ പറയും. അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവൻ കുറേ വലിയ സാധനം അടിച്ചിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ അടിച്ച് ഫിറ്റായിട്ട് കണ്ടൊന്നും കാണാണ്ട് ഞാൻ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഡോർ അടച്ചിട്ടേക്കുക. ഡോർ അങ്ങോട്ട് തുറന്നു. ഇപ്പുറത്തെ അച്ഛൻ
ഇപ്പുറത്തെ അമ്മ അടിപൊളി. ഇവരെ അറിയിക്കാണ്ട് എനിക്ക് പോകണം അങ്ങോട്ട്. എന്ത് ചെയ്യും? നേരെ അങ്ങോട്ട് ചെന്നു ഞാൻ. ഹൗ ഹാപ്പി. പക്ഷെ ഞാൻ മാത്രമേ കിടന്നുള്ളൂ. എൻ്റെ മുണ്ട് തെണ്ടി അവൻ അവിടെ തന്നെ കിടന്നു. അതാണ് ഞാൻ പറഞ്ഞത്, മദ്യപാനത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ടെന്നുള്ളത്. നമസ്കാരം.